തന്ന ഈ നല്ല സാഹചര്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അസുലഭമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെയും ഞങ്ങളുടെ തുടർന്നുള്ള ശുശ്രൂഷകളിൽ ഉപയോഗപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ചെലവഴിക്കുവാനായിട്ട് താല്പര്യത്തോടെ കടന്നു വന്നിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും പേരുപേരായിട്ട് ഏൽപ്പിക്കുന്നു. അവർ ചെലവഴിക്കുന്ന സമയം അനുഗ്രഹമാക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രസംഗം പറയാത്ത ആരെങ്കിലും ഇന്ന് റെഡിയാണെങ്കിൽ അത് ആദ്യം ചെയ്യാം, അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ആരൊക്കെയാ ചെയ്യാതിരുന്നെന്ന് ഓർക്കുന്നുണ്ടോ? സൂസൻ സ്റ്റീഫൻ ഉണ്ട്, വത്സമ്മ ആന്റി, ലീലമ്മ ഡാനിയൽ ആന്റി ഉണ്ട്. മൂന്ന് പേരും ഉണ്ട്. അവര് ചെയ്യും. ആരാദ്യം ചെയ്യുന്നേ? ഞാൻ പറയാ. ഓക്കെ. തുടങ്ങി. ഇന്നത്തെ നമ്മുടെ അല്പനേരത്തിലെ വചനധ്യാനത്തിനായി ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ. നീതിയും ന്യായവും അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടവും സാഹചര്യങ്ങളും ആണ് ഇന്നിൻ്റേത്. മനുഷ്യത്വത്തിനും ദൈവിക മൂല്യങ്ങൾക്കും വിരോധമായി സാർത്ഥമായ വഴികളിൽ മതങ്ങൾ സഞ്ചരിക്കുന്നു. മനുഷ്യന്റെ സംസ്കാരവും ചൂഷണവും എല്ലാം പ്രപഞ്ചത്തിനും വരുവാനുള്ള തലമുറകൾക്കും ഭീഷണിയാകുന്നു. സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവും മതപരവുമായ മേഖലകളിൽ അനീതിയും അന്യായവും നിലനിൽക്കുന്നു. ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും മേൽ കടന്നുകയറ്റം ഉണ്ടാകുന്നു. ജീവന് അല്പം പോലും വില നൽകാതെ അക്രമങ്ങൾക്കും ആധിപത്യം സ്ഥാപിക്കാനുള്ള ചവിട്ടുപടിയാക്കി മാറ്റുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നീതിക്കും ന്യായത്തിനുമായി നിലകൊള്ളേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ആമോസ് പ്രവാചകൻ 5-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള ഭാഗങ്ങളിൽ കൂടി നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ഈ ഭാഗത്തെ ഇപ്രകാരം സംഗ്രഹിക്കാം. ക്രിസ്തീയ ധർമ്മം, നീതിയും ന്യായവും പുനഃസ്ഥാപിക്കൽ. യഹൂദ രാജ്യത്ത് ജനിച്ചെങ്കിലും ഇസ്രയേലിൽ പ്രവാചക ശുശ്രൂഷ നിർവഹിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് ആമോസ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ പതനത്തെ പറ്റിയുള്ള ദൈവിക സന്ദേശം ആദ്യമായി പ്രഘോഷിച്ചതും ഇദ്ദേഹം തന്നെ ആയിരുന്നു. ആമോസിന്റെ പ്രവാചക ശുശ്രൂഷ ആരംഭിക്കുന്നത് ഇസ്രയേലിൽ യെരോബെയാം രണ്ടാമനും യഹൂദയിൽ ഉസിയാവും ഭരിച്ചിരുന്ന 8-ാം നൂറ്റാണ്ടിലെ കാലഘട്ടത്തിൽ ആയിരുന്നു. ഇരു രാജ്യങ്ങളും ഏറെ സുരക്ഷിതത്വവും സുഭിക്ഷതയും അത്ഭുതപൂർവമായ സാമ്പത്തിക നേട്ടങ്ങളും അനുഭവിച്ചിരുന്നു. യഹൂദ രാജാവിന് കപ്പവും മറ്റ് സമ്മാനങ്ങളും അയൽ രാജ്യങ്ങൾ നൽകിയിരുന്നതായി ദിനവൃത്താന്ത ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, കാർഷിക രംഗങ്ങളിലും വ്യാപാര രംഗങ്ങളിലും ഈ രാജ്യങ്ങൾ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. ഇങ്ങനെ സുഭിക്ഷതയുടെ നടുവിലാണ് ജീവിത സാഹചര്യങ്ങൾ എങ്കിലും അവരുടെ സാമൂഹ്യ ജീവിതത്തിലും മതജീവിതത്തിലും കാര്യങ്ങൾ അത്ര ശുഭകരം ആയിരുന്നില്ല എന്നതാണ് പ്രവാചക സന്ദേശത്തിൽ കൂടി വെളിവാകുന്നത്. ഇവിടുത്തെ സമ്പത്തും സമൃദ്ധിയും നേട്ടവും എല്ലാം അനുഭവിച്ചിരുന്നത് ഒരു ന്യൂനപക്ഷം മാത്രമായിരുന്നു. പ്രത്യേകിച്ച് ഭരണസാരഥ്യം വഹിച്ചിരുന്നവർ നികുതി സമ്പ്രദായത്തിലൂടെ അവരുടെ വരുമാനം അവർ വർദ്ധിപ്പിച്ചു. അമിത ലാഭവും ചൂഷണത്തിലൂടെ ഉണ്ടാക്കിയ ധനവും അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നവർക്കും
ധനാഢ്യർക്കും കൂടുതൽ സുഖസൗകര്യങ്ങളും ആഡംബര ജീവിതവും ഒരുക്കി കൊടുത്തു. വാക്യം 5:11. ഇതിന്റെ പരിണിത ഫലമായി കർഷകരുടെയും സാധാരണക്കാരുടെയും ജീവിതം കൂടുതൽ ദുരിതപൂർണമായി. സമൂഹത്തിൽ സമ്പത്തുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചു. സാധാരണ ജനങ്ങളുടെ ഭൂമി പോലും കടഭാരത്താൽ നഷ്ടപ്പെടാൻ ഇടയായി. പണവും ആഡംബര ജീവിതവും ഒരു കൂട്ടരുടേത് മാത്രമായപ്പോൾ ബഹുഭൂരിപക്ഷത്തിനും അടിസ്ഥാന സൗകര്യങ്ങളും മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു. നീതി നിർവഹണം നടത്തേണ്ട കോടതികൾ പോലും അഴിമതിയുടെയും സ്വജനപക്ഷത്തിന്റെയും ഇടങ്ങൾ ആയി മാറ്റപ്പെട്ടു. സാമൂഹ്യ നീതിയുടെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്ന ആമോസ് പ്രവാചകന്റെ അനീതിക്കും അന്യായത്തിനും എതിരെയുള്ള പ്രവാചക ശുശ്രൂഷകളും പ്രവാചക സന്ദേശങ്ങളും അന്നത്തെ പോലെ വർത്തമാനകാലത്തിലും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് ഊറ്റം കൊണ്ടവർ തങ്ങളുടെ സാമൂഹ്യ ഉത്തരവാദിത്വങ്ങളിലും സാഹോദര്യ ബന്ധങ്ങളിലും വീഴ്ച വരുത്തിയിരിക്കുന്നു. ഇന്നിന്റെ ദൈവജനം അനീതിയുടെയും തിന്മയുടെയും ചുഴിയിൽ വീണുപോയിരിക്കുന്നു. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും ദേവാലയത്തിൽ പുണ്യങ്ങൾ അനുഷ്ഠിക്കുന്നതും തിന്മ പ്രവൃത്തിക്ക് പരിഹാരമായി അവർ കാണുന്നു. പാപസ്വീകാര്യ പ്രാർത്ഥനയും വിശുദ്ധ സക്രമങ്ങളും നമ്മെ ശുദ്ധീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. എന്നാൽ ചിലരെങ്കിലും ഇതിനെ വീണ്ടും തിന്മ ചെയ്യുവാനുള്ള മുഖാന്തരമായി കാണുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആമോസ് പ്രവാചകൻ ഇതിനെ ശക്തമായി എതിർക്കുന്നു. ദേവാലയത്തിൽ പോകുന്നത് കൊണ്ടോ മതകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടോ തിന്മ പ്രവർത്തിക്ക് പരിഹാരം കാണാൻ കഴിയുകയില്ല. അതോടൊപ്പം ജീവിതത്തിൽ സന്മാർഗത്തിനും സാമൂഹിക നീതിക്കും പ്രാധാന്യം നൽകുന്നതിന്റെ ആവശ്യത്തെ പ്രവാചകൻ എടുത്തു കാട്ടുന്നു. 10-ാം വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഗോപുരം പട്ടണത്തിന്റെ പ്രവേശന സ്ഥലമാണ്. ഇവിടെയാണ് ന്യായവിസ്താരം നടത്തിയിരുന്നത്. വാദിയും പ്രതിയും സാക്ഷിയുടെ മൊഴിക്കനുസരിച്ച് ന്യായം വിധിച്ചിരുന്നത് ഈ ഗോപുരത്തിൽ വെച്ചാണ്. വസ്തു വിൽപ്പന നടത്തിയിരുന്നതും ഇവിടെ വെച്ചായിരുന്നു. സമൂഹത്തിൽ നീതി ന്യായം നിലനിർത്തേണ്ട സ്ഥാപനത്തെക്കുറിച്ചും അവിടെ നടക്കുന്ന അഴിമതിയെയും അധർമ്മികതയെയും കുറിച്ചുള്ള ചിത്രമാണ് പ്രവാചകൻ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഈ വൃതിക്രമത്തെയാണ് പ്രവാചകൻ 7-ാം വാക്യത്തിൽ കാഞ്ഞിരം എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത്. ഈ പദം പഴയ നിയമത്തിൽ എപ്പോഴും വെറുപ്പും അറപ്പും തോന്നിക്കുന്ന ചെടിയാണ്. ഇവിടെ നീതി നിലംപരിചയായി കിടക്കുന്നു. കാൽ കീഴിലിട്ട് ചവിട്ടി മെതിക്കുന്നു. സാധാരണ ജനതയ്ക്ക് ലഭിക്കേണ്ട നീതി ന്യായവും അന്യായമായി തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നു. നീതി ന്യായം നിലനിർത്തേണ്ട സ്ഥാപനങ്ങൾ വർത്തമാന കാലത്തും അഴിമതിയുടെ നേർചിത്രം ആകുന്നു. അത് നീതിന്യായ വ്യവസ്ഥിതിയായാലും ഭരണ സംവിധാനമായാലും സഭാ സംബന്ധമായാലും. ഇന്ന് നാം ഡൽഹിയുടെ അതിർത്തികളിൽ കൂടിയിരിക്കുന്ന കർഷകരിൽ കാണുന്നതും ഇത് തന്നെയാണ്. പാവപ്പെട്ടവർ, ആലംബഹീനർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ചൂഷണത്തിനും അന്യായത്തിനും അനീതിക്കും വിധേയർ ആകുന്നു. സാധാരണ ജനത്തിന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവർ അതിക്രമത്തിനും ചൂഷണത്തിനും ഇരയാകുന്നു. കൈക്കൂലിയുടെയും അഴിമതിയുടെയും പർവ്വതത്തിൽ സമൃദ്ധിയുള്ളവരായി ജീവിക്കുന്നവർ ഇന്ന് കുറവൊന്നുമല്ല. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള ശിക്ഷാവിധി അതികഠിനമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷ വാഹകരായിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അഴിമതിയുടെയും അധാർമികതയുടെയും ചൂഷണത്തിന്റെയും ഒരു ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രധാന ലക്ഷ്യം നന്മ മാത്രം അന്വേഷിക്കുന്നത് ആയിരിക്കണം. വാക്യം 14-15. അന്വേഷിപ്പീൻ എന്ന പദത്തിന്റെ അർത്ഥം ആഴത്തിൽ തിരയണമെന്നതാണ്. അതുകൊണ്ട് കൂടുതൽ ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് 4-6 വരെയുള്ള ഭാഗത്തെ ആശയം തന്നെ ഇവിടെ നാം ആവർത്തിക്കുന്നത്. തിന്മയെ വെറുക്കുവിൻ, നന്മയെ സ്നേഹിക്കുവിൻ. ഇത് പ്രായോഗികം ആകുവാനുള്ള നിർദ്ദേശവും കൊടുക്കുന്നു. നഗര കവാടത്തിൽ നീതി സ്ഥാപിക്കുക. പിതാവായ ദൈവം ഭൂമിയിൽ നീതി ന്യായവും സ്ഥാപിച്ചു. കാലക്രമേണ ദൈവസൃഷ്ടി കൂടിയായ മനുഷ്യൻ
അതിന് കോട്ടം വരുത്തി. എന്നാൽ വർത്തമാനകാലത്ത് ജീവിക്കുന്ന നമ്മിൽ കൂടി നീതി ന്യായവും പുനഃസ്ഥാപിക്കാൻ സാധിക്കണം. ഇതാണ് ഇന്ന് ആമോസ് പ്രവാചകരിൽ കൂടി യഹോവയായി ദൈവം നമുക്ക് തരുന്ന ദൂത്. വേറെ ആരാ ഇന്ന് ചെയ്യാനുള്ള? അച്ഛൻ ഞാനുണ്ട്, സൂസൻ സ്റ്റീഫൻ. പറഞ്ഞോ. അച്ഛൻ ഞാൻ ഇംഗ്ലീഷിലാ പറയുന്നത്. ഞാൻ കംഫർട്ട്, എനിക്ക് കൂടുതലും ഇംഗ്ലീഷിലാ. മലയാളം പറഞ്ഞാൽ അത് ചിലപ്പം തെറ്റു വരും. കുഴപ്പമില്ല, നമുക്ക് തുടങ്ങാം. Before going to the verse, let's have a short prayer. Dear Jesus, our Savior, we thank you, Lord. We thank you for the word. Thank you for this blessing. Thank you for the presence, oh Lord. Let this time be a blessing to our spiritual life. Enrich us, enlighten us, refresh us, renew us, and reform us through your word. Speak to me, hide me behind your cross. In Jesus' name I pray. Amen. The verse which I have taken is from John chapter 15, verse 14. It says, "You are my friend if you do whatever I command you." You are my friends if you do whatever I command you. This statement is not made by any other person on the street, but Jesus himself has made this statement. We know we are finite, but the person who made state is an infinite God. And this infinite God wants to be friend with us. We know we have a lifespan. One day or the other, we have to leave this world. So we have a finite lifespan. For example, some may live up to 60 years, 70 years, 80 years, and so on. But one day we have to leave this world. Just look at God. Imagine who God is. There are some words to describe him. One word is omnipotent. That is, God is omnipotent. He can do anything, he can do everything. The second word is omnipresent. That is, God is omnipresent. One can exist in one place at a time, but God is present everywhere. The third word is God is omniscient. That means he is all-knowing. Like this, there are so many words to describe God. There is a beautiful English song also described as he is indescribable and he is incomparable. Words cannot describe the greatness of God, and you cannot compare God with anybody on the face of this earth. God is invisible, God is infinite. And this huge God is saying that you are my friends. Isn't that awesome to know that God who made the whole universe, that the God who is the creator wants to be friends with us? In other words, I would like to say that God longs to have a relationship with each and every one of us. And the relationship God wants to have with each and one of us, the God of this universe wants to have a friendship with us, but it is possible only if you are willing, only if you allow him to be friend. There is one thing that can stop us from being God's friend. Do you know what is it? Let us read James chapter 4, verse 4. It says, "Do you not know that friendship with the world is enmity with God? Whoever therefore wants to be a friend of the world makes himself an enemy of God."
Isn't it surprising? If you are a friend with the world, friendship with the world is an enmity with God. In simple words, we can say that you cannot be a friend with God and the world at the same time. You cannot love the world or you cannot love the God at the same time. You are either God's friend or friend with the world. So friendship with God, sorry, friendship with world is enmity with God. So we have to be very careful about that. In Old Testament, there are so many people. For example, Abraham was known as the father of faith. At the same time, he was also called God's friend. How to be God's friend and why must we have God as our friend? Here, I would like to point out 4 points that we must do to maintain this relationship with God. First one is spending quality time with God. In Chronicles chapter 16, verse 11 says, seek the Lord and his strength, seek his face forever. Here, seek the Lord means spending some time with God every single day. Spend quality time with God. Time spent with him is wisely invested in our life. And the second point is know God more. We should have a desire to know God more. This whole life is not enough to understand how great is God. If you come close to God, God will be close to you. In James chapter 4, verse 8, it's written, draw near to God and he will draw near to you. So knowing God more is very important. The third point is hearing or listening from him. In Psalms 25, verse 14 says, the secret of the Lord is with those who fear him. That is, God shares to those who fear him. We should be always willing to hear from him or listen him. Psalms 32, verse 8 says, I will instruct you and teach you in the way you should go. I will guide you with my eye. Here, 3 keywords are there: instruct, teach, and guide. So, in order to have a friendship with God, we must listen or hear from him. The last and the fourth one is obey him. In John chapter 15, verse 16, there is a condition God himself is telling. You are my friends if you do whatever I command you. God commands, we should obey him. So in order to have a friendship with God, we must obey him. So there are 4 points which I have listed now. The first one was spending quality time with God. The second one, knowing more about God, listening to him and obeying him. We cannot buy friendship. We cannot earn it. We cannot even bribe it. But we can receive God's friendship because it is a free gift he is giving us. All we have to do is just receive it. Jesus said, you are my friends. He didn't say, you were my friends. He even didn't say, you are going to be my friend. It is not in the past or the future tense. It is in the present tense. We all have friends. You have friends in your neighborhood, in your profession, in your relatives, you have friends, and so on. But all of these friends, let me tell you, your friends may cheat on you. Your friends may walk away from you one day. Your friends may hurt you. They are not same, and these are not the people whom you can trust. But God is the most trusted friend of all friends. The, there is a song in English, what a friend we have in Jesus, all our sins and griefs to bear. Why does God created us? He has a reason, and the reason is you and I can have a fellowship, you and I can have a friendship, and lastly, you and I can have a relationship with God. Know the will of God in your life and go forward. May the Lord help us to be his friend so that we can enjoy our relationship with him and grow in him. Thank you. ഞാൻ ആരെങ്കിലും പറയാനുണ്ടോ?
ലീലാമ്മ പറയുന്നില്ലയോ? പറയാൻ കേട്ടോ. ഓക്കെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരും എന്ന തിരിച്ചറിവ് ജാഗ്രതയോടെ ഇഹലോ ജീവിതം നയിക്കാൻ കർത്താവെ ഞങ്ങളെയും തുണയ്ക്കണമേ. ആമീൻ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, അതിനെ ആസ്പദമാക്കി ഏതാനും ചില വാക്കുകൾ ഞാൻ പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 13-ാം വാക്യം. നാം അനവധി പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള ഈ ഭാഗം വീണ്ടും ധ്യാനിക്കുമ്പോൾ കർത്താവെ എനിക്ക് പുതിയ ചില ചിന്തകൾ തരയണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മണവാളിനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരോട് സ്വർഗരാജ്യത്തെ ഉപമിക്കുന്ന സംഭവമാണ് ഈ വായനഭാഗം. ഈ കന്യകമാരിൽ 5 പേർ ബുദ്ധി കെട്ടവരും 5 പേർ ബുദ്ധിമതികളും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ അതിൽ എണ്ണയുണ്ടോ എന്ന് ശ്രദ്ധിച്ചില്ല. എണ്ണയില്ലാതെ വിളക്ക് കത്തുകയില്ല എന്ന പ്രധാന കാര്യം അവർ മറന്നുപോയി. തന്മൂലം താമസിച്ചെത്തിയ മണവാളിനെ എതിരേൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒട്ടും ബുദ്ധിയില്ലാത്തവർ ആരും തന്നെ ഇന്ന് കാണുകയില്ല. മന്ദബുദ്ധികൾ എന്ന് നാം വിളിക്കുന്നവർക്ക് വ്യത്യസ്തമായ പല കഴിവുകളും സാമർഥ്യവും ഒക്കെ ഉണ്ടെന്നതാണ് സത്യം. ചില പരിമിതികൾ ഉണ്ടെങ്കിലും അവർക്കും ചെറിയ അളവിലെങ്കിലും ബുദ്ധിയുണ്ട്. ഇവിടെ 5 കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്: 1, നാം നമ്മെ തന്നെ ദിനവും ശോധന ചെയ്യുന്നു. വിളക്കെടുക്കുമ്പോൾ അതിൽ എണ്ണയുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കണം. ഇല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ അത് കത്തുകയില്ല. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ എന്ന പ്രാർത്ഥനയോടെ ഓരോ ദിവസവും ദൈവത്തോട് നമുക്ക് അടുത്ത് വരണം. സങ്കീർത്തനം 139-ന്റെ 23-ാമത്തെ വാക്യം. 2, ഇല്ലെന്നിരിക്കെ ഉണ്ടെന്നുള്ള ഭാവം. വിളക്കെടുത്തപ്പോൾ അതിൽ എണ്ണ ഇല്ല എന്നിരിക്കെ ഉണ്ടെന്ന ഭാവത്തിലാണ് 5 കന്യകമാർ ഇറങ്ങി പുറപ്പെട്ടത്. ദൈവിക വിഷയമായി നാം സമ്പന്നരാണോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. മനുഷ്യരിൽ ആശ്രയിക്കരുത്. കൂട്ടുകാരത്തികളോട് എണ്ണ ചോദിച്ചാൽ ആവശ്യത്തിന് ഉതകിയെന്ന് വരില്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സങ്കീർത്തനങ്ങൾ 118-ന്റെ 8-ാമത്തെ വാക്യം നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു. 4, എണ്ണ കിട്ടാവുന്ന സമയത്ത് കരുതി വെക്കണം. അസമയത്ത് അന്വേഷിച്ചാൽ എണ്ണ കിട്ടിയെന്ന് വരികയില്ല. എണ്ണ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. നാം പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണോ? 5, വാതിൽ തുറന്നിരിക്കുമ്പോൾ ഉള്ളിൽ പ്രവേശിക്കാം. വാതിൽ അടച്ചതിന് ശേഷം കർത്താവേ കർത്താവേ ഞങ്ങൾക്കും തുറക്കണമേ എന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. സത്യമായി നിങ്ങളെ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന ആ ശബ്ദം കേൾപ്പാതിരിപ്പാൻ ജാഗ്രതയോടെ നമുക്ക് ഓരോരുത്തർക്കും ഉണർന്നിരിക്കാം. അതിനാൽ ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇല്ലയോ? എല്ലാവരും എല്ലാവരും തന്നെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം. നമ്മുടെ പഠനത്തിന്റെ ഒരു 3/4 ഭാഗത്തോളം അതിൽ കൂടുതൽ തന്നെ കഴിഞ്ഞു. ഇനിയും ചില കാര്യങ്ങളൂടെ കഴിഞ്ഞ ആഴ്ച പറയാമെന്ന് വിചാരിച്ചിരുന്നു. അന്നേരം എല്ലാവരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല. നമുക്ക് ഇന്ന് ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്
പ്രഭാഷണത്തിൻ്റെ വേറൊരു വശം, അല്ലെങ്കിൽ നമ്മുടെ പ്രഭാഷണ കലയുടെ വേറൊരു ഭാഗം നമുക്ക് ഇന്ന് ചിന്തിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഒക്കെ പള്ളികളിലും നമ്മുടെ കൂട്ടായ്മകളിലും ഒക്കെ ആവശ്യം വരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത്, അല്ലയോ? ബൈബിൾ സ്റ്റഡി അത് നമ്മുടെ കൂട്ടായ്മകൾക്ക് മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ധ്യാനത്തിനും ഒക്കെ ബൈബിൾ സ്റ്റഡി അത്യാവശ്യമാണ്. അപ്പം നമ്മൾ ബൈബിൾ സ്റ്റഡി ചെയ്യാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക, എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമീകരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിന് ഒരുങ്ങാനായിട്ട് പറ്റുന്നത് എന്നുള്ളതിനെ പറ്റി ചില കാര്യങ്ങൾ ഇന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മൾ ബൈബിൾ സ്റ്റഡി അല്ലെങ്കിൽ വേദപുസ്തക പഠനത്തിന് വേണ്ടി നാം ശ്രമിക്കുമ്പോൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് നല്ലൊരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവും, നല്ലൊരു മനോഭാവത്തോടു കൂടി നമ്മുടെ പഠനത്തെ, പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഭാഗത്തെ നമുക്ക് തിരഞ്ഞെടുക്കുവാനും അതിനോട് അഭിമുഖീകരിക്കാനായിട്ടും സാധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. നമുക്ക് ഈ ബൈബിൾ പഠനം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കേൾപ്പിക്കുവാനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രസംഗിക്കാനും മാത്രമുള്ളതല്ല. നമ്മുടെ വ്യക്തിപരമായ ധ്യാനത്തിനും ഈ ശരിയായ രീതിശാസ്ത്രപരമായിട്ടുള്ള ഒരു ബൈബിൾ പഠനം നമുക്ക് നല്ലതാണ്. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണമെന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയത്ത് ഞാൻ ചില കാര്യങ്ങൾ പറയാം. നമ്മൾ അതൊരു ഹാബിറ്റായിട്ട് എടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ വേദപുസ്തക പഠനം എന്ന് പറയുന്ന ഒരു ഹാബിറ്റാക്കി എടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ വേദപുസ്തകം നമുക്ക് ഒരു വേദപുസ്തക വായന പഠനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹാബിച്വലായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിനചര്യയായിട്ട് നമ്മൾ എടുക്കുന്നത് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്നുള്ളതിന് സംശയമില്ല. മാത്രമല്ല, നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന, നമ്മൾ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ദൈവവചനം പഠിക്കുന്നത് നമ്മളെ ഒത്തിരി എക്വിപ്പ് ചെയ്യാൻ, ഒത്തിരി നമ്മളെ രൂപപ്പെടുത്തുവാനായിട്ട് സഹായിക്കുന്നതാണ് എന്നും കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കാം. അതുകൂടാതെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വേദപുസ്തകം പഠിക്കുന്നത് നമ്മളെ തന്നെ രൂപപ്പെടുത്തും, നമ്മളെ ശക്തീകരിക്കും, നമുക്ക് കുറച്ചുകൂടെ ഒരു വിവേചന ശീലം നമുക്കുണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ വേദപുസ്തകം പറഞ്ഞ് മനസ്സിലാക്കുവാനും, മറ്റുള്ളവരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേദപുസ്തകം വായിക്കുവാനും അവരറിയാത്ത, അവർക്ക് അറിയാൻ സാധ്യതയില്ലാത്ത പല കാര്യങ്ങളും അവർക്ക് അറിയാനുള്ള ആഗ്രഹം, ദാഹം ഉള്ളവർക്ക് നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഭാഗം. ഒന്ന്, നമ്മൾ വേദപുസ്തകം സ്വയമായിട്ട് പഠിക്കുവാനായിട്ട് നമ്മളെ സാധിക്കും. രണ്ടാമത്, അവർക്ക് അത് അല്ലെങ്കിൽ ഇതിനോട് ദാഹമുള്ളവർക്ക്, വിശപ്പുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഒരു സ്ട്രക്ചർ, ഒരു മെത്തേഡ് നമുക്കുള്ളത് നല്ലതാണ്. ഒരു രീതിശാസ്ത്രം നമ്മൾ പഠിച്ചിരിക്കുന്നത് പലപ്പോഴും ശരിയായ രീതിയിൽ വേദപുസ്തകം പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ വേദപുസ്തകത്തെ നന്നായിട്ട് അഭിമുഖീകരിക്കുന്നതിന് നമ്മളെ ഇടയാക്കും എന്നുള്ളതാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും ഓർക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രധാനമായിട്ടും ബൈബിൾ സ്റ്റഡിയുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൊത്തമായിട്ട് ലോകത്തിലെല്ലായിടത്തും അല്ലെങ്കിൽ പലരും അംഗീകരിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി എന്നുള്ള ഒരു മെത്തേഡ് എന്നെ ഞാൻ മലയാളത്തിൽ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, പ്രതികരിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വെല്ലുവിളിക്കത്തക്ക രീതിയിലുള്ള ഒരു ബൈബിൾ സ്റ്റഡി. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നെന്ന് വിചാരിക്കുന്നു. വെറുതെ ഉള്ള ഒരു ബൈബിൾ സ്റ്റഡി അല്ല, കഥ പറച്ചിലല്ല. പിന്നെയോ മറ്റുള്ളവരെ ചോദ്യം ചോദിക്കാനും
മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നതോടൊപ്പം ചില വെല്ലുവിളികൾ ഉയർത്തുന്ന രീതിയിൽ ഉള്ള പ്രചോദനകരമായ രീതിയിലുള്ള ഒരു ബൈബിൾ സ്റ്റഡി. അതാണ് ആ ഒരു രീതി ശാസ്ത്രം എന്ന് പറയുന്നത്. എന്താണ് ഞാൻ പറഞ്ഞ മെത്തേഡ് എന്ന് പറഞ്ഞ ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി എന്ന് പറയും. ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി അതാണ് പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു ബൈബിൾ സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ കൂടുതലും ലോജിക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോജിക്കലായിട്ട് വളരെ എന്താ പറയുക ബുദ്ധിപരമായി നമുക്ക് വേദപുസ്തകം വായിക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും സാധിക്കുന്നതായ ഒരു അംഗീകരിക്കപ്പെട്ട രീതിയാണത്. ഒന്നാമത് അതിനകത്ത് ചെയ്യേണ്ടത്, ഇതൊരു വലിയ ഒരു എന്താ പറയുന്നത് ഒരു പഠനത്തിന്റെ ഒരു നോട്ട്സ് പോലെ അല്ല ഞാൻ പറയുന്നത്, ചില പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ്. അതിന് ഒന്നാമത് നാം ചെയ്യേണ്ടത് ഈ വേദപുസ്തകം പഠിക്കാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. സമയം കണ്ടെത്തുമ്പോൾ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് മറ്റുള്ള കാര്യങ്ങൾക്കിടയിൽ കുറച്ച് സമയം കണ്ടെത്തിയാലുള്ള കുഴപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പൂർത്തീകരിക്കാതെ നമ്മൾ എഴുന്നേറ്റ് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു പർട്ടിക്കുലർ ടൈം കുറേ നേരം നമുക്കതുമായിട്ട് ഇരിക്കാനായിട്ട് ടൈം കണ്ടെത്തുകയാണെങ്കിൽ നമുക്കത് പൂർത്തീകരിച്ച് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരു എന്തുണ്ടാവണം, ഒരു പേനയും പേപ്പറോ അല്ലെങ്കിൽ ഒരു നോട്ട് പാഡോ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലുള്ള ഒരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ ആദ്യം നമ്മൾ ഒത്തിരി ഗൈഡ്സ് ഒന്നും ഉപയോഗിക്കത്തില്ല. നമ്മൾ വേദപുസ്തകം എടുത്ത് അത് നമ്മൾ വായിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. വേദപുസ്തകത്തിലുള്ളതാണ്, പക്ഷെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. എങ്കിലും നമ്മൾ ഈ പുതിയ വായനയിൽ നമ്മൾ ഒന്നുകൂടെ പുനർവായനയിൽ ഒന്നുകൂടെ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിൽ ആ ശ്രമങ്ങളെ നമ്മൾ നോട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ ബുക്കും പേനയും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നോട്ട് പാഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറിച്ചു വെക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ നമ്മൾ ഒരു ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്, നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ എഴുത്തല്ലത്, പിന്നെ ആരുടെ എഴുത്താ? ദൈവത്തിന്റെ വചനമാണ് അത്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു പ്രത്യേക പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ ഒരു ഓതർ ഉണ്ട് അല്ലേ, അതിന്റെ ഒരു ലേഖകൻ അല്ലെങ്കിൽ എഴുത്തുകാരനുണ്ട്. ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമുക്ക് വേദപുസ്തകം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനമാണെന്ന് പറയുന്നെങ്കിലും നമ്മൾ ഒന്നുകിൽ ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയും, അല്ലെങ്കിൽ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അതിനൊരു ഓതർ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം ഇല്ലേ? അപ്പൊ ആ ഓതറുമായിട്ട് നമ്മളൊന്ന് സംസാരിക്കാം, അത് അതിനകത്തെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ എഴുതുന്ന കൂട്ടത്തിൽ ആ പൗലോസോ അല്ലെങ്കിൽ തിമത്തിയോസോ അല്ലെങ്കിൽ ഇപ്പം ലൂക്കോസോ യോഹന്നാനോ മത്തായിയോ ഒക്കെ എഴുതിയതാണെങ്കിൽ ആ മത്തായി എഴുതിയ സുവിശേഷം ആ ആളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കേണ്ടത് ആദ്യത്തെ പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പടി ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ നല്ലൊരു സമയം, വലിയ തിരക്കില്ലാത്തൊരു സമയം കണ്ടെത്തുക. നമുക്ക് എഴുതാനായിട്ട് ഉള്ള സാമഗ്രികൾ നമ്മുടെ കയ്യിൽ വളരെ സൗകര്യമായിട്ട് ഉണ്ടാവുക. മാത്രമല്ല നമ്മൾ വായിക്കുന്ന ഭാഗം എഴുതിയ ആളുമായിട്ടൊന്ന് സംവദിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കുക. ഇത് എങ്ങനെയാ ചെയ്യേണ്ടെന്നുള്ളതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു ഇല്ലയോ? ചില അന്തരങ്ങളുണ്ട് നമ്മൾ തമ്മിൽ അല്ലേ? നമ്മളും എഴുതിയ ആളും തമ്മിൽ ഒരു വലിയ അന്തരമുണ്ട്. എന്തോ അന്തരമുള്ള? കാലഅന്തരമുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിന്റെ അന്തരം കുറയ്ക്കുന്നത് പലപ്പോഴും നമ്മൾ ആ എഴുതിയ ആളിന്റെ മനോഭാവവും ആ എഴുതിയ ആളിന്റെ ഉദ്ദേശവും മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കും. അപ്പൊ ആ ഭാഗമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് അത് ഞാൻ വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്
സെലക്ട് വേർഷൻ. ഇപ്പം നമുക്ക് മലയാളത്തിലായതുകൊണ്ട് ഒത്തിരി വേർഷൻ്റെ അവൈലബിലിറ്റി ഇല്ല. എങ്കിൽ തന്നെയും നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, വേദപുസ്തകം പലരും ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പല രീതിയിലാണ് അതിൻ്റെ എന്താ പറയുന്നത് എഴുത്തുകൾ എന്താ പറയുന്നത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല വിവർത്തനങ്ങൾ വായിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ ആ ടെക്സ്റ്റിനോട് അല്ലെങ്കിൽ ആ വായിക്കുന്ന ഭാഗത്തോട് നമുക്ക് അടുത്ത് ചെല്ലുവാനായിട്ട്, അന്തരം കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കഴിയുന്നതും ഏറ്റവും ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത യോഗ്യമായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതല്ല. ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ വായിച്ചു പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വായിക്കാനായിട്ട് റെഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാനൊരു വേർഷൻ പറയാം. അതായത് ന്യൂ റിവൈസ്ഡ് ബൈബിൾ വേർഷൻ എന്ന് പറയും. NRSV, NIV, അതുപോലെ തന്നെ NRV, ഇങ്ങനെയുള്ള വേർഷൻസ് ഒക്കെ ഏറ്റവും ഒറിജിനൽ ടെക്സ്റ്റിനോട് ചേർന്ന് നിൽക്കുന്നതായ പരിഭാഷകളാണ്. അതുകൊണ്ട് ആ ട്രാൻസ്ലേഷൻസ് വായിക്കുന്നത് കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പ്രയോജനകരമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ ഈ ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡിയുടെ ഏറ്റവും വലിയൊരു പ്രയോജനം നമ്മൾ പ്രസംഗിക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ആ ടെക്സ്റ്റ് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ സഹായകമാണ്. നമുക്ക് വേറൊരു ഇന്റർപ്രിട്ടേഷൻ വായിക്കുന്നതോ വേറൊരാള് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതോ അധികം നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം നമ്മൾ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു രീതിശാസ്ത്രമാണ് ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വേറെ ആരെങ്കിലും എഴുതിയ ഒരു പുസ്തകം നോക്കി ഒരു പ്രസംഗം തയ്യാറാക്കുകയോ അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡി തയ്യാറാക്കുന്നതിന് പകരമായിട്ട് നമ്മൾ തന്നെ നമ്മളുടെ ശ്രമം കൊണ്ട് നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് ആ ഓതറിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു രീതിയാണ് ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത് പറയുന്നതായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എടുത്തിരിക്കുന്ന വാക്യമോ അല്ലെങ്കിൽ ആ പാരഗ്രാഫോ ആ ഒരു പ്രത്യേക ഭാഗമോ 2-3 പ്രാവശ്യമെങ്കിലും വായിക്കുക. 2-3 പ്രാവശ്യമെങ്കിലും വായിക്കുക. കുറഞ്ഞത് 1-ൽ കൂടുതൽ വായിക്കാം. അപ്പോ നമുക്ക് ആ ഭാഗത്തെ കുറിച്ചുള്ള ചില പ്രിലിമിനറി ചോദ്യങ്ങളോ ചില മനസ്സിലാക്കലോ നമ്മൾ സാധാരണ അറിഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഴമായ ചില തിരിച്ചറിവുകളോ നമുക്ക് ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ 1-ൽ കൂടുതൽ തവണ അത് വായിക്കുവാനായിട്ട് ശ്രമിക്കാം. അതിനകത്ത് 3 സ്റ്റെപ്സ് നമുക്ക് ഫോളോ ചെയ്യാം. 3 സ്റ്റെപ്സ്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. 3 സ്റ്റെപ്സ്. 1, ഒബ്സർവേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. ആദ്യത്തെ സ്റ്റെപ്പ് ഒബ്സർവേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. ഒറ്റ വാക്കി പറഞ്ഞാൽ നിരൂപണമെന്ന് നിങ്ങൾ എഴുതാമെങ്കിൽ അതായിരിക്കും മലയാളത്തിൽ ഏറ്റവും യോജിച്ച വാക്കെന്ന് എനിക്ക് തോന്നുന്നു. നിരൂപണം. 1ാമത്തെ സ്റ്റെപ്പ് നിരൂപണം ഇൻവെസ്റ്റിഗേഷൻ. അത് രണ്ടും ചേർന്ന് നിൽക്കുന്നതാണ്. നിരൂപണം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അതായിരിക്കും രണ്ടിനും ചേരുന്നതായിട്ടുള്ള ഒരു വാക്കെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പിടികിട്ടിയോ? 2ാമത്തേത് ഇന്റർപ്രിട്ടേഷൻ ഓർ മീനിങ്. ഇന്റർപ്രിട്ടേഷൻ ഓർ മീനിങ്. ആദ്യത്തേത് ഒബ്സർവേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. ഓഫ് അല്ല, ഓർ ഇൻവെസ്റ്റിഗേഷൻ. 2ാമത്തേത് ഇന്റർപ്രിട്ടേഷൻ ഓർ മീനിങ്. ഇന്റർപ്രിട്ടേഷൻ ഓർ മീനിങ് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം എന്നുള്ളത് നമുക്ക് മലയാളത്തിൽ പറയാൻ വേണമെങ്കിൽ 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വ്യാഖ്യാനം. 3ാമത്തേത് ആൻ ആപ്ലിക്കേഷൻ.
ബൈബിൾ സ്റ്റഡിയിലെ 3 സ്റ്റെപ്സ് ആണ്. ഒന്ന് ഒബ്സർവേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ, 2 ഇന്റർപ്രിട്ടേഷൻ ഓർ മീനിങ്, ആപ്ലിക്കേഷൻ. മൂന്നാമത്തേത് ആപ്ലിക്കേഷൻ. ഈ 3 കാര്യങ്ങളും നമ്മൾ ബൈബിൾ സ്റ്റഡി നടത്തുമ്പോൾ അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഇന്റർലിങ്ക്ഡ് ആണ്. ഇത് 3ഉം കൂടെ ചേർന്ന് നിൽക്കുന്നതായ, ഒരിക്കലും നമുക്ക് ഇതിനെ വേർതിരിച്ച് മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. 3ഉം ഒരുപോലെ പ്രയോജനപ്പെടുന്നതായ സ്റ്റെപ്സ് ആണ്. നിങ്ങളിത് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത് ചെയ്യേണ്ടത് എന്താണ്? നിരൂപിക്കുക, നിരൂപണം. നിരൂപണ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അല്ലെ ഇതിനകത്ത്. നമ്മളൊരു വാക്യം വായിച്ചു അല്ലെങ്കിൽ ഒരു ഭാഗം വായിക്കുമ്പോൾ ചില നിരൂപണങ്ങൾ നമുക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ വ്യാഖ്യാനിക്കല്ല, അതിന്റെ അർത്ഥം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത് അതിനെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുക, അതിനെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തുക. ഈ 3 ഘടകങ്ങളും കൂടെ ചേരുമ്പോഴാണ് ഒരു നല്ല ബൈബിൾ സ്റ്റഡി, നല്ലൊരു വേദപുസ്തക പഠനം എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പൊ ഈ 3 കാര്യങ്ങളെ നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ, ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് ആദ്യം പറഞ്ഞ, നിരൂപണം എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പില് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ സാധാരണ ആൾക്കാർ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ നിരൂപണത്തിൽ നമുക്ക് ചെയ്യുന്നത്. ഈ വാക്യം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ സാധാരണ ആൾക്കാർ എന്താണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ ഒരു കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതീതമായിട്ട് അതിനെ കടന്ന് കുറച്ചുകൂടെ നമ്മുടെ കാഴ്ചപ്പാട് ഒന്നുകൂടെ വിശാലമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നിരൂപണത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ സാധാരണ വായനയിൽ നിന്ന് ഇച്ചിരൂടെ ഉയർന്ന് നമ്മുടെ കാഴ്ചപ്പാടുകളെ കൂടെ ശക്തിപ്പെടുത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കുന്നതായ ഒരു ഭാഗമാണ് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പത്രലേഖകൻ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തി ഈ സ്ഥലത്ത് നമ്മൾ ചെയ്യും. എന്താണ് ചെയ്യുന്നത്? ജേർണലിസ്റ്റ് എന്താ ചെയ്യുന്നത്? നമ്മൾ കാണുന്നത് പോലെയാണോ അവര് കാണുന്നത്? വ്യാഖ്യാനിച്ചല്ല, അവര് പറയുന്നതിന് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത്. കണ്ടെത്താൻ അത് നിരൂപണത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു വാർത്താ നിരൂപണം എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ഡേറ്റ കിട്ടിയിരിക്കുക. ഒരു വേദപുസ്തകത്തിലെ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു വാർത്ത നമുക്ക് ലഭിച്ചു. അപ്പൊ അതിനെ നമ്മൾ കഴിയുന്നതും നിരൂപിക്കുക. എന്തൊക്കെയാണ് അതിനകത്ത് വരാനുള്ള സാധ്യത എന്നുള്ളതിനെ കുറിച്ച് സാധ്യതാ പഠനമാണ്. അല്ലെങ്കിൽ അതിനെ ഒരു ലേഖകനെ പോലെ അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകനെ പോലെ അതിൻ്റെ പരിസരങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ഘട്ടം. ഓൾ ദ ഡീറ്റെയിൽസ്, എല്ലാ വശങ്ങളും പരിശോധിക്കുക. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം. പിന്നീട് നമ്മൾ ചോദിക്കും, ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിനാണ് നമുക്ക് ഈ നോട്ട് എഴുതണമെന്ന് പറഞ്ഞത്. ചില ചോദ്യങ്ങൾ നമ്മളിത് മറ്റുള്ളവർ പറയാനായിട്ടല്ല, നമ്മളൊരു ലേഖനം എഴുതാൻ വേണ്ടിയൊന്നുമല്ല. നമ്മൾ ഈ എക്സസൈസിൽ നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, ഹൂ ഡു ഐ സീ ഹിയർ? ഞാൻ ആരെയാണ് ഇവിടെ കാണുന്നത്? അല്ലെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടതായ ഒരു ഉദാഹരണത്തിനുള്ള ചോദ്യം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉണ്ടാകാവുന്ന ചില നിരൂപണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വായിക്കുന്ന ഭാഗത്ത് ഏത് രീതിയിലുള്ള ആൾക്കാരാണുള്ളത് ഒന്നാമത് നമ്മൾ ചോദിക്കും. ഇങ്ങനെ 1, 2 എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല.
ഓരോ ഭാഗങ്ങൾ വ്യത്യസ്തമായുണ്ട്. ഞാനൊരു ഉദാഹരണത്തിന് ചില കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ നിങ്ങളുടെ സൂചനയ്ക്ക് വേണ്ടി. ഒന്ന്, ഏത് രീതിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇതിനകത്ത് ഈ വായിക്കുന്ന ഭാഗത്ത് കാണുന്നത്. ഒന്ന് അതാണെങ്കിൽ, രണ്ടാമത് നമ്മൾ നോക്കുന്നത് നമ്മൾ ഏത് സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്, ഏത് സ്ഥലത്തെക്കുറിച്ചാണ്. വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ, വായിച്ച് കുറച്ചുകൂടെ മുമ്പോട്ട് നമ്മൾ ആഴമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് സംഭവത്തെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. ആൾക്കാര്, അതുപോലെ തന്നെ സ്ഥലം, പിന്നെ വിവരിച്ചിരിക്കുന്ന സംഭവം, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യമാണ് ഇതിൻ്റെ വ്യാകരണം, എഴുതിയിരിക്കുന്ന വ്യാകരണം, ഗ്രാമർ. അതുപോലെ തന്നെ ഇത് ഏത് സാഹിത്യരൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ വാക്യമോ ഭാഗമോ ഏത് സാഹചര്യത്തിൽ എഴുതപ്പെട്ടതാണ്, പശ്ചാത്തലം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ സൂചനയ്ക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വായനയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരൂപണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത് നമ്മൾ വായിക്കുന്ന ഭാഗത്തുള്ള ആൾക്കാര് എങ്ങനെയുള്ളവരാണ്, രണ്ടാമത് ഏത് സ്ഥലം, പിന്നീട് സംഭവവിവരണം, അതുപോലെ തന്നെ ഇതിന്റെ ഗ്രാമർ അഥവാ വ്യാകരണം, അതുപോലെ തന്നെ സാഹിത്യരൂപം, ഈ പശ്ചാത്തലം എന്നിവ നമ്മൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കും. അല്ലെങ്കിൽ ആ ടെക്സ്റ്റിനകത്തുള്ള ഇത്രയും പരിസരങ്ങളെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. നമ്മൾ ഒരിക്കലും ഈ ഭാഗത്ത് പെട്ടെന്ന് ചാടി കയറി ഒരു നിരൂപണം അല്ലെങ്കിൽ ഒരു ആശയത്തിലേക്ക് എത്തുന്നില്ല. നമ്മൾ ചാടി കയറി ഒരു അർത്ഥം നമ്മൾ നൽകുന്നില്ല. ഈ ഭാഗത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ്, നിരൂപണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒബ്സർവേഷനാണ്, അല്ലെങ്കിൽ അഥവാ മുമ്പേ പറഞ്ഞു ഇൻവെസ്റ്റിഗേഷനാണ്, അല്ലേ? നമ്മൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളൊരു ഡേറ്റ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ ആ ഒരു പ്രത്യേകമായ പ്രക്രിയയിൽ നമ്മൾ പെട്ടെന്ന് ചാടി അടുത്ത പ്രക്രിയയിലേക്ക് കയറാൻ പാടില്ല. വളരെ സാവകാശത്തിൽ, വളരെ സമയമെടുത്ത് ഡീപ്പായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡിയുടെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം എടുത്ത് പറയുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ശരിയല്ലയോ? അതെ. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 22 മുതൽ 36 വരെയുള്ള ഭാഗം ഒന്ന് എടുക്കാമോ? മത്തായിയുടെ സുവിശേഷം 14, 22 മുതൽ 36 വരെ. എടുത്തു. ഓക്കെ. അതിനകത്ത് എന്തോ പറയുന്നത്? വലിയ കുശാലത്തെ കണ്ടവരിൽ മനസ്സലിഞ്ഞ് അവരെ സൗഖ്യമാക്കി. ഓക്കെ. ഇത്രയുള്ളോ? അല്ല, കുറെ കൂടെ. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാര് വായിക്കാമോ അച്ഛാ? വായിച്ചോ. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്ന് പടകോ കരവിട്ടു പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ, ഞാനാവുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി
യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവർ അക്കരെ എത്തി ഗെനേസരത്ത് ദേശത്ത് എന്ന് അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിൽ എല്ലാം ആളയച്ചു. ദീനക്കാരെയൊക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. മതി. അപ്പൊ നമ്മളൊരു വലിയൊരു ഭാഗം വായിച്ചേ. ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഭാഗമാണെങ്കിലും അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ പെട്ടെന്ന് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ പറ്റുമോ? അല്ല, ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ജെന്യുവനായിട്ട് നമുക്കൊരു ബൈബിൾ സ്റ്റഡി നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ വായിക്കണം, വായിച്ച് മനസ്സിലാക്കി നിരൂപിച്ച് അതിനെ ഒന്നുകൂടെ എന്താ പറയുക, വ്യാഖ്യാനിച്ച് അതിനെ ഒട്ടും കേൾക്കത്തില്ലേ? കേൾക്കാമോ? കട്ടായി പോയായിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറയാനായിട്ട് ഒരു മിനിറ്റ്. ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്, ലെറ്റ് us ഒബ്സർവ്, നമ്മൾ നിരൂപിക്കാം ഈ ഭാഗത്ത് എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ നിരൂപിക്കാനായിട്ട് ശ്രമിക്കാം. ഈ ഭാഗത്ത് കാണുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഹു ആർ ദ പീപ്പിൾ? ഈ പാസേജ് പർട്ടിക്കുലർ ശിഷ്യന്മാരുണ്ട്, പിന്നെ ആരുണ്ട്? പുരുഷാരത്തെ പറഞ്ഞയച്ചല്ലോ, പിന്നെ പുരുഷാരം ഇല്ല അവിടെ. അല്ല, എന്നാലും നമ്മൾ ആദ്യത്തെ ഭാഗം വായിക്കുമ്പോൾ അവരുണ്ട്, അവരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സോ വായിച്ചു വരുമ്പോൾ ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പിടികിട്ടത്തുള്ളൂ എന്തോ ആ സംഭവം എന്നൊക്കെ. അപ്പം പുരുഷാരമുണ്ട്. ഞാൻ എല്ലാം പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇതിനകത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ക്ലൂ കൂടെ പറയാം, അല്ലെങ്കിൽ ഒരു സഹായം കൂടെ പറയാം. അതായത് മത്തായിയുടെ സുവിശേഷം 14-22 മുതൽ 36 അതേ സംഭവം തന്നെ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 52 വരെ വിവരിച്ചിട്ടുണ്ട്. അതേ സംഭവം തന്നെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ 3 ഭാഗങ്ങൾ ഒരുമിച്ച് സമാന്തരമായിട്ട് വായിക്കുന്നതും ഓരോ ഭാഗത്തും യുണീക്കായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കുന്നതും പഠനത്തിന് ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും. ശരിയല്ലയോ? അപ്പൊ ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡിക്കകത്ത് നമുക്ക് വേറെ ഒരു സഹായിയും ഇല്ലാതെ തന്നെ വേദപുസ്തകത്തിലെ സുവിശേഷങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനം തന്നെ ഒരു പരിധി വരെ നമുക്ക് ആശയങ്ങളെ മനസ്സിലാക്കുന്നതിന്, ഡേറ്റ നമുക്ക് ശരിയായിട്ട് അനലൈസ് ചെയ്യുന്നതിന് സഹായകരമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പം വായിച്ച ഭാഗത്ത് ഇല്ലാത്ത കാര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് പറയാത്ത കാര്യങ്ങൾ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ നമുക്ക് പ്രയോജനകരമാണ് ഈ പറഞ്ഞ ഈ പ്രത്യേകമായ പ്രക്രിയയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ആരൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. അതിനകത്ത് ഞാൻ ഒന്നുകൂടെ, നിങ്ങൾ പറഞ്ഞതാണ് എങ്കിൽ ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ച് പറയാം. യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും ഉണ്ട്. അതുപോലെ തന്നെ പറഞ്ഞയച്ചതായ പുരുഷാരം, അടുത്ത കൂട്ടര്. അതുപോലെ തന്നെ ഗന്നസരത്തിലെ അല്ലെ ആൾക്കാർ 35-ാം വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല ദ പീപ്പിൾ, ഈ അല്ലെങ്കിൽ
രോഗികളെ കൊണ്ടുവന്നതായ ആൾക്കാർ. മനസ്സിലായി? ഇത്രയും പേര് ആണ് നമുക്ക് ആൾക്കാരായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം, എവിടെയാണ് ഇത് സംഭവിച്ചത്? വേർ ഡിഡ് ദിസ് ടേക്ക് പ്ലേസ്? എവിടെയാണ് ഇത് സംഭവിച്ചത്? എവിടെയാണ് സംഭവിച്ചത്? ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് വായിച്ചാൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? തടാകം അല്ലേ? ശിഷ്യന്മാര് എവിടെയാണ് യാത്ര ചെയ്യുന്നത്? ഏത് സ്ഥലമാണ്? തടാകം. ഒറ്റയടിക്ക് പറയാം പെട്ടെന്ന്, നമുക്കൊരു പ്രത്യേക സ്ഥലമൊന്നുമില്ല, അതൊന്ന് പറയാവുന്നതേ ഉള്ളൂ അല്ലേ? പിന്നുള്ള സ്ഥലം ഏതാണ്? യേശുക്രിസ്തു ഒരു സ്ഥലത്തേക്ക് പോയി. ഏത് സ്ഥലം? മലയിലേക്ക് പോയി. മലയിലേക്ക് വേറെ സ്ഥലം ഏതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പേര് പറഞ്ഞിരിക്കുന്ന സ്ഥലം ഗെനസരത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഇത്രയും ഇവന്റ് അല്ലെങ്കിൽ ഇത്രയും സംഭവങ്ങൾ നടക്കുന്ന ഇത്രയും സ്ഥലത്തിന്റെ ചുറ്റിപ്പാട് അല്ലെങ്കിൽ ഇത്രയും പരിസരങ്ങൾക്കിടയിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ നമ്മളുടെ നിരൂപണത്തിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടണം. ഒന്ന്, ആൾക്കാരൊക്കെ. രണ്ടാമത്, സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്. ഈ സ്ഥലങ്ങളെ എല്ലാം കൂടെ നമ്മൾ യോജിപ്പിച്ചെങ്കിലേ യഥാർത്ഥത്തിൽ നമുക്ക് നല്ലൊരു ചിത്രം നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നീട് when did it happen? എപ്പോഴാണ് ഇത് സംഭവിച്ചത്? എപ്പോഴാണ് സംഭവിച്ചത്? ഏത് സമയത്താണ്? വൈകുന്നേരം. അത് തന്നെ, in the evening അല്ലേ? അപ്പം വൈകുന്നേരമാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എവിടെയാ, ഏത് വാക്യത്തിലാ പറഞ്ഞേക്കുന്നത്? 23-ാമത്തെ രണ്ടാമത്തെ ഭാഗത്തും പറയുന്നുണ്ട് അല്ലയോ? രാത്രി 4 ഓക്കെ. അപ്പൊ രാത്രി, ഈവനിങ്, ഇതൊക്കെ നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം സമയത്തെ കുറിച്ച്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രധാനമായിട്ടുള്ള കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത്, ശരിക്കുള്ള ഒരു പശ്ചാത്തലം എന്താണ്, ഇത്രയും സാഹചര്യങ്ങളെ പറയാനായിട്ടുള്ള സാഹചര്യം എന്താ, അല്ലെങ്കിൽ അതിനുള്ള പശ്ചാത്തലം എന്താണ്? യേശു കടലിന്മേൽ നടക്കുന്നു. അതാണോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവിടെ? വെള്ളത്തിൽ നടന്നു യേശു. ദൈവപുത്രൻ 33-ാം വാക്യത്തിൽ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ അവർ ദൈവപുത്രൻ ആരാന്നുള്ളത് അവര് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കി. അത് പത്രോസ് പറയുന്നത് ദൈവപുത്രൻ പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം. ഓക്കെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ കൂടി എല്ലാം മനുഷ്യന്റെ വിവിധങ്ങളായിട്ടുള്ള മനോഭാവങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? ഒന്ന്, യേശുക്രിസ്തുവിന്റെ ഒരു മനോഭാവം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എവിടേക്കാ യേശുക്രിസ്തു പോകുന്നത്? അപ്പൊ പോകുന്നത് എന്തിനു വേണ്ടിയാ? പ്രാർത്ഥിക്കാനാണ്, സമ്മതിച്ചു. പക്ഷെ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നെങ്കിലും അതിനെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയണം. എന്തിനു വേണ്ടിയാ? യേശുക്രിസ്തുവിന് അവിടെ നിന്ന് പ്രാർത്ഥിക്കത്തില്ലായിരുന്നോ? ഞാൻ നിങ്ങൾക്ക് ക്ലൂ തരിക. അല്ലെങ്കിൽ ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ്. ഒരു മനുഷ്യന്റെ ഓരോ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ചിത്രീകരിക്കാനായിട്ടാണ്. ആ ഭാഗങ്ങൾ നമ്മൾ ആ പശ്ചാത്തലത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഒരു ഭയം കാണുന്ന എവിടെയാ? ഭയം ശിഷ്യന്മാർ വെള്ളത്തില്. ഒന്ന് പറഞ്ഞേ, ഇവിടെ ആർക്കാ ഭയം ഉണ്ടാവുന്നേ? ശിഷ്യന്മാർക്ക്. ഓക്കെ. 26-ാം വാക്യം ശിഷ്യന്മാർ ഭ്രമിച്ചു. ഓക്കെ. പിന്നീട് അവർക്ക് അതിശയം ഉണ്ടാകുന്ന എവിടെ? അതിശയം കടലിന്മേൽ നടന്നപ്പോ, കടലിന്മേൽ നടക്കുമ്പോ, വെള്ളത്തിന്മേൽ നടന്നപ്പോ. ഓക്കെ, അതിശയം ഉണ്ടായി. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടാകുന്ന ആർക്കാ? പത്രോസിന്. ഡിസയർ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. പിന്നെ
ശാസിക്കുന്നത് സംശയിക്കുന്ന അല്പവിശ്വാസി പത്രോസിന് ആരെ ശാസിക്കുന്നേ? യേശു കർത്താവ് യേശു കർത്താവ്. ആരെ ശാസിക്കുന്നു? ശിഷ്യന്മാരെ. പത്രോസിനെ പത്രോസിനെ. പത്രോസിനെ. ആ ഓക്കെ. പിന്നെ ഒരു കൂട്ടർക്ക് സൗഖ്യമാകാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആർക്കാ? അതിനകത്തുണ്ടോ അത്? ഗന്നേസരത്ത് ദേശത്തിലെ ജനങ്ങൾ. പിന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ പത്രോസും യേശുവും തമ്മിലുള്ള ഒരു ഡയലോഗ് കാണാം. ശരിക്കും സൂക്ഷിച്ചു നോക്കിയാൽ ഇത്രയും സംഭവങ്ങളും ഇത്രയും പ്ലേസസും ഇത്രയും ഇവന്റ്സ് എല്ലാം നിറഞ്ഞതായിട്ടുള്ള ഒരു പാസേജ് ആണെങ്കിലും അതിനകത്ത് പത്രോസും യേശുവും തമ്മിലുള്ള ഒരു യുണീക്ക് ഡയലോഗ് കാണാം, അല്ലേ? കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കലേക്ക് വരാം. അപ്പം ബൈബിൾ സ്റ്റഡിയുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ് നമുക്ക് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഡിഗ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ആഴത്തിൽ ചെന്ന് ചെകഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായ ഒരു മെത്തേഡാണ് ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പടിയായി ഒബ്സർവേഷനായി. ഇനി നമുക്ക് പോകേണ്ടത് ഇന്റർപ്രിട്ടേഷനാണ്. നമുക്കൊരു വ്യാഖ്യാനത്തിലേക്ക് പോകണം. അപ്പം വ്യാഖ്യാനത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ ഒത്തിരി ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. നമ്മൾ എഴുതി വെച്ചില്ലേ ഒത്തിരി കാര്യങ്ങൾ. ആൾക്കാരാരാണ്, സംഭവങ്ങൾ എന്താണ്, സ്ഥലം എവിടെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതിയില്ലേ? ഇപ്പൊ എഴുതിയോ എന്നല്ല ഞാൻ ചോദിച്ചത്. നമ്മൾ സാധാരണ മനസ്സിലായി, നമ്മളൊരു നിങ്ങളെല്ലാം എഴുതിയോ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പം ഒരു ബൈബിൾ സ്റ്റഡി നടത്തുക. അപ്പൊ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഈ നമ്മൾ ശേഖരിച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇത്രയും അറിവുകൾ അല്ലെ ഇത്രയും ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ പാസേജിന് ഒരു നല്ല വ്യാഖ്യാനം നൽകാനായിട്ട് പറ്റുമെന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ നോക്കുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമ്മൾ വായിച്ചിരിക്കുന്ന ഈ ഭാഗത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണെന്നാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്. എന്താണ് നമ്മൾ വായിച്ച ഭാഗത്തിന്റെ പ്രധാനപ്പെട്ട അർത്ഥം? നമ്മൾ ഓരോ ഇവന്റ് ആണെങ്കിലും ഓരോ ആൾക്കാരാണെങ്കിലും ഓരോ സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ വായിച്ചു പോകുമ്പോൾ അത് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പേ ചോദിച്ച ക്വസ്റ്റ്യൻസിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. എന്താണ് നമുക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ ഒന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഈ ഡേറ്റ കിട്ടുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ചോദ്യങ്ങളുടെ ഒക്കെ വെളിച്ചത്തിൽ നമുക്ക് കുറെ ഡേറ്റാസ് കിട്ടി. ഇനി നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കണം. എന്തൊക്കെയായിരിക്കും നമ്മൾ ചോദിക്കേണ്ടത്? ഇപ്പൊ ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ചിന്തിച്ചാൽ മതി. ഒരു ഇംഗ്ലീഷ് റൈറ്റർ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറയുന്നത്, നമുക്കൊരു 5 പേരെ, അതായത് നമുക്ക് 5 വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കാര്യങ്ങളെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില ചോദ്യങ്ങളുടെ രൂപം ഇങ്ങനെയാണ്. ഒന്ന്, വാട്ട്, WHAT, വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്. 2, വേർ, എവിടെ. 3, വെൻ, എപ്പോൾ. 4, ഹൗ, എങ്ങനെ. 5, വൈ, എന്തുകൊണ്ട്. 6, ഹൂ, ആര്. വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, ഹൂ, ആര്. എത്ര എണ്ണമായി? വാട്ട്, വേർ, വെൻ, വൈ. ഓക്കെ. അപ്പൊ 6 ഫെയ്ത്ത്ഫുൾ സെർവിങ് മെൻ അല്ലേ? അപ്പൊ നമ്മളെ സഹായിക്കാൻ 6 ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളെ വിശകലനം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. വാട്ട്, വേർ, വെൻ, ഹൗ, വൈ, ഹൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം.
നമ്മുടെ ഇന്റർപ്രിട്ടേഷനകത്ത് പ്രധാനമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട്, നമുക്ക് സാധാരണ ഉപരിതലത്തിലുള്ള ചില അറിവുകളെക്കാൾ ഉപരിയായിട്ട് ചില കാര്യങ്ങൾ ചികഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഞാനത് കൂടുതൽ ദീർഘിപ്പിക്കാനായിട്ട് ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വ്യാഖ്യാനിക്കുന്നതിന് മുമ്പായിട്ട് ചില ലിറ്ററലായിട്ടുള്ള കോണ്ടെക്സ്റ്റ് കൂടെ മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ നമ്മൾ ചാടിക്കേറിയ ഒരു നിഗമനത്തിലെത്തരുത്. ഇപ്പോൾ യേശു ക്രിസ്തു നമ്മൾ ഉടനെ ഈ പരിശുദ്ധാത്മാവെന്നൊക്കെയുള്ള വാക്ക് കാണുകയോ അല്ലെങ്കിൽ വെള്ളമെന്നൊക്കെ കാണുന്ന ഉടനെ നമ്മൾ കയറി ഉടനെ വ്യാഖ്യാനം അതിന് കൊടുക്കുന്നതിന് പകരമായിട്ട് കുറച്ചുകൂടെ ഒന്ന് ചെകയാൻ, കുറച്ചുകൂടെ ഒന്ന് ആഴമായിട്ട് പോകാൻ, മനസ്സിലാക്കാനായിട്ട് മറ്റ് ഭാഗങ്ങൾ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തി നമ്മൾ പഠിക്കാനും കൂടെ ശ്രമിച്ചിട്ട് വേണം ഒരു നിഗമനത്തിൽ എത്തുവാനായിട്ട് എന്നും കൂടെയാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങളിലൂടെ ഡിറൈവ് ചെയ്യാൻ, കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഓതറിന്റെ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ ഉദ്ദേശത്തെ തിരിച്ചറിയാനായിട്ട് ഈ ചോദ്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്താണെന്ന്. അതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്ത് നിൽക്കുന്ന പരിസരം എന്താണ്, ഈ പ്രത്യേക ഭാഗം എഴുതിയതിന്റെ തൊട്ടടുത്ത പരിസരം എന്താണ്, ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നത്. അതേതാണ് ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ? അല്ല, നമുക്കറിയത്തില്ല എങ്കിലും നമുക്ക് അനുമാനിക്കാവുന്ന ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് ഉണ്ടെങ്കിൽ ആ പാരഗ്രാഫിന് തൊട്ട് മുമ്പിലുള്ള ഭാഗവും അതിന് തൊട്ട് ശേഷമുള്ള ഭാഗവുമാണ് ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്. ഈ പ്രത്യേകിച്ചുള്ള ഭാഗത്തിൻ്റെ ഏറ്റവും അടുത്ത ഉള്ള ഭാഗം, ആ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ചെകഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ്. മത്തായിയുടെ സുവിശേഷം തന്നെ 14-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് കിട്ടും. ഒന്ന് വായിക്കാം എന്താണെന്ന്. സിമ്പിളാണ്. ഫീഡിങ് ഓഫ് 5,000 അല്ലേ? അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അതല്ല മാമേ, ഞാൻ പറഞ്ഞത് 14-ാം അധ്യായം 13 മുതൽ. അതാ അച്ഛാ വായിച്ചേ. 13 തൊട്ട്. വായിച്ചേ. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് ഇങ്ങു കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരുപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കുട്ടം നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പർട്ടിക്കുലർ പാസേജിന്റെ, അല്ലെങ്കിൽ മുമ്പേ നമ്മൾ വായിച്ച ഭാഗത്തിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടാണ്
നമ്മൾ കാണുന്നത് ആ പുരുഷാരത്തെ വിട്ട് അല്ലെ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്ന അവിടെ അടുത്ത ഭാഗമായി? ആണ്. ഉടനെ യേശുദാൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി യാത്രയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. ഓക്കെ, ആ ഭാഗം നമ്മൾ കുറച്ചുകൂടെ നമ്മൾ വായിച്ച് മുമ്പോട്ട് പോകുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, യേശു കർത്താവിൻ്റെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ട് യേശു കർത്താവിനെ അവര് രാജാവാക്കുവാനായിട്ട് ശ്രമം നടത്തുന്നു, അല്ലെങ്കിൽ അതിനുള്ള ഒരു കാരണം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞ് യേശു കർത്താവ് എവിടേക്ക് പോകുന്നു? തനിച്ച് മലയിലേക്ക് പോകുന്നു എന്നുള്ളത്. ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ഭാഗം കൂടെ വായിക്കണം. ഏത് ഭാഗമാണ്? സമാന്തരമായിട്ടുള്ള യോഹന്നാനും മർക്കോസും പറയുന്ന കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് ഏകദേശം അർത്ഥം കാണാനായിട്ട് സാധിക്കും. കാരണം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 14-15 ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 6:14-15. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. ഇപ്പൊ ഐഡിയ കിട്ടിയോ? മനസ്സിലായോ? സംഭവം പിടികിട്ടിയോ? യേശു രാജാവാക്കാൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാണ്. അല്ല, നമുക്ക് ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പരതി നടക്കണം. നമ്മൾ ആൻസറിന് വേണ്ടി പല എന്താ പറയുക സമാന്തരമായിട്ടുള്ള റീഡിങ്സ് നമ്മൾ പരതി നടക്കുമ്പോൾ ആൻസർ കിട്ടും. എന്തുകൊണ്ടാണ് യേശു സോളിറ്റ്യൂഡിൽ പോയത്? എന്തുകൊണ്ടാണ് യേശു ശാന്തമായിട്ട് ഉള്ള പുരുഷാരത്തിൽ നകുന്ന ശിഷ്യന്മാരിൽ നകുന്ന മലയിൽ പോയത്, പ്രാർത്ഥിക്കാനായിട്ട് പോയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എവിടെ കിട്ടിയത്? യോഹന്നാനല്ല കിട്ടിയത്. അവിടെ ചെല്ലണം അല്ലേ? അപ്പോൾ ബൈബിൾ സ്റ്റഡിയുടെ ഒരു വലിയൊരു ഒരു ഗ്രേസ് ആണത്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആഴത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു ശരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, യേശുക്രിസ്തു എല്ലാവരുടെയും ഒരു അംഗീകാരണത്തിന് ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താനൊരു മിറക്കിൾ വർക്കർ ആണെന്നോ താനൊരു പ്രവാചകനാണെന്നോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അത്ഭുത പ്രവർത്തികളും വീര്യപ്രവർത്തികളും നിമിത്തം തന്നെ അവര് അക്ഷരികമായിട്ടുള്ള രാജാവാക്കുന്നതിൽ നിന്നും താൻ അവിടുന്ന് മാറുക. അപ്പൊ അതാണ് നമുക്ക് അവിടെ പ്രധാനമായിട്ടും ശരിക്കുള്ള റീഡിങ്ങിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതെങ്ങനെ പോയാൽ ചില കാര്യങ്ങൾ നമ്മൾ ഈ ലിറ്ററലായിട്ടുള്ള ചില കോണ്ടെക്സ്റ്റ് കൂടെ ഞാൻ പറയാം. അതായത് 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ബോറടിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. യോഹന്നാൻ അല്ലല്ല, നമ്മളിപ്പം വായിച്ചതിന്റെ ആ ഭാഗം തന്നെ 24-ാമത്തെ വാക്യം, മത്തായി 14. യേശു അവിടെ ഇല്ല, ശിഷ്യന്മാരും ഇല്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടവ് കയറി യേശുവിനെ തിരഞ്ഞ് കഫർന്നഹൂമിലെത്തി. അതല്ല മോമേ, ഇതിന്റെ 24-ാമത്തെ വാക്യം. പടകോ കര വിട്ടു പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ഓക്കെ, കാറ്റ് പ്രതികൂലമാകിയാൽ തിരകളാൽ വലഞ്ഞിരുന്നു. നമ്മളെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോണ ലിറ്ററൽ കോണ്ടെക്സ്റ്റ്. ഇപ്പം ഈ നമ്മൾ വായിച്ച ഭാഗത്തെ അവസ്ഥ അല്ലെങ്കിൽ ഭാഗത്തെ പർട്ടിക്കുലർ ആയിട്ടുള്ള സംഭവം എന്താണെന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ എന്താ പറയുന്നത് വിവരിക്കുകയാണ്. ഒന്നുകൂടെ അത് എഴുത്തുകാരൻ എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് അതേപടി ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനെ വിവരിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് 24-ാം വാക്യം. അതായത് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമായി കാറ്റ് പ്രതികൂലമാണ്. അപ്പൊ നമുക്ക് അത് അവിടെ ഒരു സംഭവം കിട്ടുന്നുണ്ട്. രണ്ടാമത് അനദർ എക്സ്പ്രഷൻ നമുക്ക് 25-ാമത്തെ വാക്യത്തിൽ കാണാം. രാത്രിയിലെ 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്നു അവന്റെ അടുക്കൽ വന്നു.
അപ്പൊ ആ രാത്രിയെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുകയാണ് അല്ലെ. നമ്മൾ സാധാരണ മനുഷ്യന്റെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് രാത്രി എന്ന് പറയുന്നത്. ആണോ അല്ലയോ? അപ്പം പകല വല്ലമാണെങ്കിൽ നമുക്ക് ആരെങ്കിലും വിളിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. പക്ഷെ രാത്രി എല്ലാം ഇരുളാകുന്ന സന്ദർഭത്തിൽ, മയങ്ങുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ കൂരിരുളാകുന്ന സന്ദർഭത്തിൽ നമുക്ക് പേടിപ്പെടുത്തുന്നതായ സംഭവം ഉണ്ടാകാം. അതുപോലെ തന്നെ അതിൻ്റെ തുടർന്ന് അങ്ങോട്ട് വായിക്കുന്ന സമയത്ത് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ ഈ പേടി കണ്ടിട്ട് യേശുക്രിസ്തു അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു വാക്കുണ്ട്. എന്താണ്? ഞാനാകുന്നു, പേടിക്കാൻ. ഓക്കെ, കറക്റ്റ്. ഇറ്റ് ഈസ് ഐ, ഞാനാകുന്നു അല്ലെ. യേശുക്രിസ്തു ഒരു കൺഫർമേഷൻ, അല്ലെങ്കിൽ അവർക്കൊരു ഉറപ്പ് നൽകുന്നു, ഞാനാകുന്നു നിങ്ങളുടെ മധ്യത്തിൽ. യേശു കർത്താവ് പല സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഐ ആം ദാറ്റ് ഐ ആം, അല്ലയോ? ഞാനാകുന്നവൻ ഞാനാകുന്നു. അപ്പൊ ആ ഒരു ഐ ആം സേയിങ്ങിനെ ഒന്നുകൂടെ അസേർട്ട് ചെയ്യുന്നതായ ഒരു ഭാഗം കൂടിയാണ് അത്. ഞാൻ ലിറ്ററൽ കോണ്ടെക്സ്റ്റിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് 30-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് എന്തുകൊണ്ട് വെള്ളത്തിൽ താണു പോകുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. വായിക്കാം. കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. മതി. അവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലിറ്റിൽനെസ് ഓഫ് ഫെയ്ത്ത്. അപ്പം അല്പവിശ്വാസിയെ എന്നുള്ള ഒരു ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പൊ പത്രോസിന്റെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ശുഷ്കത, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പരിമിതി, അപ്പൊ അത് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് യേശു കർത്താവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വിവരിച്ച് കുറച്ചുകൂടെ എന്താ പറയുക, അതിന് തൊങ്ങലൊക്കെ കൊടുക്കുവാണ്. അതാണ് ഈ ഭാഗം നമ്മളിങ്ങനെ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്ന ഒരു ലിറ്ററൽ കോണ്ടെക്സ്റ്റ് കണ്ടെത്തുന്നത്. പിന്നെ അടുത്ത 33-ാമത്തെ വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു അഫർമേഷൻ അവിടെ കാണാം. ഒന്ന് വായിക്കാമോ? Truly you are the son of God. അല്ലെ? ഇത്രയും അത്ഭുതകരമായ രീതിയിൽ അവരുടെ ഭയത്തെ നീക്കി, അവരുടെ സാഹചര്യങ്ങളെ എല്ലാം വളരെ സേഫ് ആക്കി. അപ്പോൾ അവർ മനസ്സിലാക്കി, ഹി ഈസ് നോട്ട് ആൻ ഓർഡിനറി മാൻ, അല്ലെ? അവനൊരു സാധാരണ മനുഷ്യനല്ല എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. സോ ദേ അഫേംഡ് ദാറ്റ് ട്രൂലി യു ആർ ദ സൺ ഓഫ് ഗോഡ്. അവര് മനസ്സിലാക്കി, അവർ പ്രഖ്യാപിച്ചു, യേശു ക്രിസ്തു ശരിയായിട്ടും യഥാർത്ഥമായും അവൻ ദൈവത്തിന്റെ പുത്രനാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം വിടാം. അതായത് അടുത്ത ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ വേദപഠനത്തിന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഗന്നസരത്തിനെ കുറിച്ച് കുറച്ചൊരു ഭൂമിശാസ്ത്രപരമായി ഒരു അറിവുണ്ടാവണമെന്ന് അതിനുശേഷം നമ്മൾ വിവരിക്കുന്നത് നല്ലതാണ്. അതൊക്കെ നിങ്ങൾ ഹോംവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് വിവരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിഗ് ചെയ്ത് മനസ്സിലാക്കി അതിനുശേഷം നമുക്ക് സമാന്തരമായിട്ടുള്ള ചില റീഡിംഗ് കൂടെ നല്ലതാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുറെ വേർഷൻസ് വായിക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഒരുപക്ഷെ കുറച്ചുകൂടെ വിവരങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ആ റീഡിങ്ങിൽ കൂടി ലഭിച്ചെന്ന് വരാം. ആ കാര്യങ്ങളിലൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ക്ലൈമാക്സിൽ എത്തുവാനായിട്ട് സാധിക്കും. എന്താണ് ക്ലൈമാക്സ്? നമുക്ക് ഒരു കാര്യം നമുക്ക് ക്ലൈമാക്സ് ആയിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത്? 3-ാമത്തെ വാക്യം, ട്രൂലി യു ആർ. അതല്ല, അതിനേക്കാൾ ഉപരിയായിട്ടൊരു ഒരു ഏറ്റവും മണ്ടയ്ക്ക് കാണുന്ന ഒരു കാര്യം എന്താണ്? ആരെന്നറിഞ്ഞു. യേശുക്രിസ്തു ആരെന്ന ശിഷ്യന്മാര് പറയുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്താണ് ഒരു ബൈബിൾ സ്റ്റഡി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഞാൻ വളരെ ചുരുക്കിയാണ് ഈ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചത്. അതിൻ്റെയൊക്കെ അവസാനം കൊണ്ട് ചെന്ന് നമ്മൾ എത്തിക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. യേശുക്രിസ്തു
യേശുക്രിസ്തു അനേകരെ സൗഖ്യമാക്കി. ശിഷ്യന്മാരെ ഭ്രമിച്ചു. ശിഷ്യന്മാരോട് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാനാകുന്നവൻ അല്ലെങ്കിൽ ഞാനാകുന്നു നിങ്ങളുടെ അരികിൽ ഉള്ളതെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വിവരങ്ങൾ ഉപരിതലങ്ങളിൽ പറഞ്ഞുകൊണ്ട് മാത്രം ബൈബിൾ സ്റ്റഡി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു പ്രസംഗം പോലെ തന്നെ ആകത്തില്ലയോ? അതിൽ നിന്ന് വ്യത്യസ്തമായി ബൈബിൾ സ്റ്റഡിക്ക് ചെയ്യാനായിട്ടുള്ളത് ആ നമ്മൾ പഠിച്ചതായ അല്ലെങ്കിൽ പറഞ്ഞതായ വിവരങ്ങളും എല്ലാം ഇന്ന് നമ്മൾ കേൾപ്പിച്ച ആൾക്കാരുടെ പശ്ചാത്തലവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി പറയുമ്പോഴാണ് അതിന് ജീവൻ വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. മനസ്സിലായോ? മറ്റേതല്ല, അസ്ഥികൂടമാണ്. നമ്മൾ ഉണ്ടാക്കിയതല്ല, അസ്ഥികൂടമാണ്. കൈക്ക് കൈ വെച്ചു, കൈയുടെ അസ്ഥി വെച്ചു, കാലിന്റെ അസ്ഥി വെച്ചു, ഇതെല്ലാം വെച്ചു നമ്മൾ. പക്ഷെ അതിനൊരു മാംസം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരവരുടെ സാഹചര്യവുമായിട്ട് അതിനെ എന്ത് ചെയ്യണം? ബന്ധപ്പെടുത്തി മാംസം കൂടെ വെച്ചെങ്കിൽ മാത്രമേ ശരിക്കും ആ ഒരു ബൈബിൾ സ്റ്റഡിക്ക് പൂർണ്ണത കൈവരുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ അതും ഒരു വലിയ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഭാഗമാണ്. എന്താണ് ക്രൂഷ്യൽ എന്ന് ഞാൻ പറയാനായിട്ട് കാര്യം, നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളുമായിട്ടോ നമ്മുടെ സാഹചര്യവുമായിട്ടോ അതിനെ ബന്ധപ്പെടുത്താനായിട്ട്. ചില അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് നിർത്താം. ഒന്ന്, നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നിർത്തരുത്. ടെക്സ്റ്റിൽ ഇല്ലാത്ത, നമ്മൾ വായിച്ചിട്ടില്ലാത്ത ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരിക്കലും ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് നിർത്താനായിട്ട് പാടില്ല. കാരണം നമ്മൾ റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്നതായ സാഹചര്യമോ ആൾക്കാരോ അവരുടെ ജീവിതവുമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ബന്ധിപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കൺക്ലൂഷനിൽ കൊണ്ടുവന്ന്, ഒരു ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്ന് അത് നിർത്താനായിട്ട് ശ്രമിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ, ഇല്ലെങ്കിൽ ചോദിക്കാം. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അതായത് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അവർക്ക് വീണ്ടും ഒരു ചോദ്യം ചോദിച്ച് അല്ലെങ്കിൽ അതുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്താനോ പൊരുത്തപ്പെടുവാനോ കഴിയാത്ത രീതിയിൽ കൊണ്ടുവന്ന് ഒരിക്കലും ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് പാടില്ല. രണ്ടാമത്, ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഭാഗത്തുമായിട്ട് ബന്ധപ്പെടുത്തി പ്രാദേശികമായിട്ടും അതുപോലെ അല്ലെങ്കിൽ വിശാലമായ സാഹചര്യത്തിലും എന്താണ് പറയാനായിട്ടുള്ളതെന്ന് കൂടെ ഓർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ചില പ്രിൻസിപ്പിൾസ്, ചില തത്വങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. മൂന്നാമത്, ആപ്ലിക്കേഷന്റെ ഭാഗത്ത് മറ്റുള്ളവരെ ഒരിക്കലും നമ്മൾ താഴ്ത്തിക്കെട്ടാനായിട്ട് പാടില്ല. ഇപ്പം വേറൊരാളെ നമ്മൾ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ആകരുത് ആപ്ലിക്കേഷൻ, അല്ലേ? ഇപ്പം നമ്മളിപ്പം അതിനകത്ത് കാണുന്ന പത്രോസിനുമായിട്ട് നമ്മൾ ചിലപ്പം വേറെ ആരെങ്കിലും താരതമ്യപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ ഡെഫിനറ്റ്ലി ആ ആപ്ലിക്കേഷൻ ശരിയായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ അല്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷന്റെ പേരിൽ നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും അബ്യൂസ് ചെയ്യാനായിട്ടാണ് ആ ഭാഗം ഉപയോഗിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ പർപ്പസ് മീറ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സ്പീക്ക് ദ ട്രൂത്ത് ബട്ട് സ്പീക്ക് ഇറ്റ് ഇൻ ലവ്. നമ്മൾ മറ്റുള്ളവരോട് പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്താണെന്നോ അത് പറയുന്നതിന് തെറ്റില്ല, പക്ഷേ സ്പീക്ക് ദ ട്രൂത്ത് ഇൻ ലവ്, അല്ലേ? അതായത് സ്നേഹത്തിൽ സത്യം സംസാരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കണം. ചെയ്യുന്നതിന് കുഴപ്പമില്ല, മറ്റുള്ളവരെ ചാലഞ്ച് ചെയ്യുന്നതിനോ വെല്ലുവിളിക്കുന്നതിനോ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ലവിൽ അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ മനോഭാവത്തിൽ അത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഒന്നുകൂടെ ഞാൻ അവസാനത്തെ നിർത്തിയേക്കാം. പേഴ്സണലി, ലവിംഗ്ലി, കൺസിസ്റ്റന്റ്ലി ആൻഡ് തറലി ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം.
അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിന് മുമ്പായിട്ട് ഇത് നമ്മളിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചതിന് ശേഷം പറയുവാനായിട്ട് ശ്രമിക്കണം. ആദ്യം ജഡം എവിടെ എടുക്കണം? നമ്മളീ ജഡം എടുക്കണം, അതിനുശേഷം മറ്റുള്ളവരിൽ ജഡം എടുക്കുവാനായിട്ട് പ്രേരിപ്പിക്കണം. എങ്കിൽ മാത്രമേ ബൈബിൾ സ്റ്റഡി പൂർണ്ണമായിട്ട് തീരത്തുള്ളൂ. ബൈബിൾ സ്റ്റഡിയെ കുറിച്ചുള്ള ചില സൂചനകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ അതിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. എങ്കിലും ചില അടിസ്ഥാന ഘടകങ്ങൾ ഒരിക്കലും മറന്നു പോകാനായിട്ട് പാടില്ല എന്നുള്ളതേ ഉള്ളൂ. 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഞാൻ ഓർപ്പിച്ചായിരുന്നു. ആദ്യം എന്തൊക്കെയാണ്? Observation or investigation. ഓക്കെ. Interpretation or meaning. Okay. And application. ഓക്കെ. അത് നമ്മളെ ആദ്യത്തെ 2 ഒന്നോട്ടൊന്ന് പറഞ്ഞു തരാമോ? ആദ്യത്തെ എന്താ? നിരൂപണവും വ്യാഖ്യാനവും. ഒബ്സർവേഷനും ഇന്റർപ്രിട്ടേഷനും. അല്ല, ഒബ്സർവേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് നിരൂപണം എന്ന് ഞാൻ പറഞ്ഞത്. ഓർ എന്ന് പറഞ്ഞത് അത് ഒരേ അർത്ഥം തന്നെയാണ്, 2 വാക്കുകൾ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒബ്സർവേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ അത് ഒറ്റ ഒരെണ്ണമാണ്. നിരൂപണം എന്നുള്ള വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത് ഇന്റർപ്രിട്ടേഷൻ ഓർ മീനിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം, വ്യാഖ്യാനം. അതിന് അതാണ് വ്യാഖ്യാനമെന്നോ അർത്ഥം മനസ്സിലാക്കുക എന്നോ നമുക്ക് പറയാം. മൂന്നാമതാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്. അത് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പ്രാവർത്തിക തലത്തിൽ അത് നമുക്ക് എങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കാം എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ പ്രയോജനകരമാണെന്ന് ഞാൻ കരുതുന്നു. ആയിരുന്നോ? നമ്മളൊരു ബൈബിൾ സ്റ്റഡി മറ്റുള്ളവർക്ക് എടുക്കാൻ വേണ്ടിയല്ല, നമുക്ക് പഠിക്കാനും സ്വയമായിട്ട് പഠിക്കാനായിട്ടും ഈ ഒരു മെത്തേഡ് നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ, എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറയാം. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടേ? ഒന്ന് പറ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 24-36 വരെയുള്ള വാക്യങ്ങളില് ഇത്രയും നല്ലൊരു പ്രസംഗത്തിനുള്ള ഒരു പ്രസംഗം റെഡിയായി. എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണണമല്ലോ, എന്തെങ്കിലുമൊക്കെ ശരിയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവണം. നമ്മൾ സാധാരണ പറയും ഈ മൗനം അല്ലെങ്കിൽ എല്ലാം മനസ്സിലായെന്നുള്ളതിന്റെ സൂചനയാണെന്ന് തോന്നുന്നു, അല്ലയോ? ഇന്നത്തെ ക്ലാസ് നല്ലതായിരുന്നു. ഇന്നത്തെ ക്ലാസ് നല്ലതായിരുന്നു പറഞ്ഞാൽ നേരത്തെ ക്ലാസ് കൊള്ളത്തില്ലായിരുന്നല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു തന്നതുകൊണ്ട് അച്ഛാ അത്രയും മനസ്സിലായത്. അതെ, ഭാഷയും കുറച്ച് ലളിതമായിരുന്നു. ഓക്കെ. ഞാൻ സാധാരണ ലളിതമായിട്ടുള്ള ഭാഷയല്ലേ പറയുന്നത്. ആണോ? ഓക്കെ. എന്തെങ്കിലും സംശയങ്ങൾ പറ, ബാക്കിയുള്ള എന്നിട്ട് നമുക്ക് നിർത്താം. എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്താൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക്, കുറെ ബൈബിൾ സ്റ്റഡി നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും, അല്ലയോ? ശരിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അച്ഛനുമായിട്ട് സംസാരിച്ചു കേട്ടോ. അപ്പൊ ആ ഒരു അനുഭവം ഞാൻ പറയാം. അപ്പൊ അച്ഛനുമായിട്ട് സംസാരിച്ചു. ഞാൻ അച്ഛനോട് പറഞ്ഞ, അച്ഛന് ലാസ്റ്റിൽ എഴുതിയ ബുക്ക് ഞാൻ വായിച്ചു, നന്നായിരുന്നു, നല്ല ഒരു എഫേർട്ട്. അച്ഛനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു, ഒത്തിരി ബുക്കുകൾ എഴുതുന്നു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം,
അച്ഛാ അതിന് പ്രത്യേക എഫേർട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. ഞാൻ അതേ ഒരു അധ്യാപകനാണ്, സെമിനാറിലെ അധ്യാപകനാണ്. അപ്പം ആ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നോട്ട്സ് ഒന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ പുസ്തകങ്ങളായിട്ട് ഇറങ്ങുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് ബൈബിൾ സ്റ്റഡി എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ അത് ഓരോ പ്രസംഗങ്ങളായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. ആരെങ്കിലും നമ്മളോട് പറയുകയാണ് ഒരു ബൈബിൾ സ്റ്റഡി എടുക്കാൻ, ഓ എനിക്ക് വയ്യ, വേറെ ആരെങ്കിലും ഏൽപ്പിക്കാന്ന് പറയുന്നതിന് പകരം അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് നിങ്ങൾ സാധാരണ ചെയ്യുന്ന ഈ ബൈബിൾ സ്റ്റഡിയെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു ബൈബിൾ സ്റ്റഡി ആക്കി രൂപാന്തരപ്പെടുത്താനായിട്ട് പറ്റും. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഞാൻ ചെറിയ എന്തോ വീട്ടമ്മമാർക്ക് എവിടെ സമയം? അതൊരു ചോദ്യമാണ്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്, വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഒരു സമയമില്ല. ജോലിക്ക് പോകുന്നവർക്ക് സമയമുണ്ടോ? ഉണ്ടച്ചാ, ഞങ്ങള് വൈകുന്നേരം വെളുക്കുന്നിടം വരെ ചെയ്താലും ഞങ്ങൾക്ക് പണിയൊന്നും കാണാനും ഇല്ല. ഞങ്ങൾ തിരിച്ചു വരും. എന്നാലും ഇച്ചിരി സമയം കണ്ടെത്തണം, ഇല്ലയോ? അതുകൊണ്ട് തീർച്ചയായിട്ടും സീരിയല് കാണാൻ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് സീരിയല് കാണാനും ഇരിക്കുന്നില്ല. അത് ബോറടിക്കുമ്പോഴെങ്ങാനും പോകുന്നേ ഉള്ളു. അല്ല, അതിന് സമയം കിട്ടണ്ടേ? അതിനും സമയം കിട്ടുന്നില്ല അച്ഛാ. നിങ്ങൾക്ക് നല്ല സമയം കിട്ടാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. അത് എനിക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് സമയം കണ്ടെത്തണം നമ്മൾ, അല്ലയോ? കുറച്ച് സമയം കണ്ടെത്താനായിട്ട് നിർത്തണം. നമ്മൾ ഒന്നാമത് ഒരു വീട്ടില് നമ്മള് ഒത്തിരി കൂട്ടാനൊക്കെ ഉണ്ടാക്കിയുള്ള ശീലങ്ങൾ കുറയ്ക്കണം. ഒരു സിമ്പിളായിട്ട് കഴിപ്പിക്കാനായിട്ട് വീട്ടുകാരെ കഴിപ്പിക്കാനായിട്ട് പഠിപ്പിക്കണം. ആദ്യമൊക്കെ ഇച്ചിരി പ്രയാസമായിരിക്കും. ആരേലും വന്നാൽ എന്താ ചോദിച്ചാ വീട്ടിലാരേലും വല്ലപ്പോഴും അല്ലേ വരത്തുള്ളൂ. ഇപ്പൊ പ്രത്യേകിച്ച് കൊറോണയുടെ സമയത്ത് ആരെയും ഇപ്പൊ നല്ല സമയാ പഠിക്കാനായിട്ട്. പിന്നെ നിങ്ങൾ ഈ CLS-ലോ അതുപോലെ തന്നെ ബുക്ക് സ്റ്റോളിലൊക്കെ പോകുന്ന സമയത്ത് മറ്റ് ബുക്കുകൾ മേടിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഈ വ്യാഖ്യാന ബുക്കുകൾ കിട്ടും. അപ്പൊ അത് മേടിക്കുന്നത് നല്ലതായിരുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ബുക്കുകൾ എന്ന് പറയുന്നത് ഞാനൊന്ന് നോക്കിക്കോട്ടെ. CSS-ന്റെ പബ്ലിക്കേഷൻസ് ഉണ്ട് കുറെ. CSS TLC എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. TLC നിങ്ങൾ ഇത്രയൊക്കെ ഈ കഷ്ടപ്പെട്ട് നിങ്ങൾ ഈ സമയമില്ലാത്ത സമയത്ത് ഉച്ച കഴിഞ്ഞിട്ട് ഇത്രയും സമയമൊക്കെ മെനക്കെട്ടിരുന്നിട്ട് നിങ്ങൾ തുടർന്ന് നിങ്ങൾ എന്തെങ്കിലും എഫേർട്ട് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ നല്ല ബുക്കുകളെ വായിച്ച് പഠിക്കണം. അതുകൊണ്ടാ TLC-യുടെ കുറെ ബുക്കുകളുണ്ട്. എല്ലാ പുസ്തകങ്ങളുടെയും വ്യാഖ്യാനങ്ങളുണ്ട്. അത് നിങ്ങളെ പഠിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്കത് സഹായിയായിട്ട് അതൊരു സൂചകമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. TLC CSS-ന്റെ പബ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഒത്തിരി ബുക്കുകളുണ്ട്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ NT റൈറ്ററിന്റെ ഒരു സീരീസ് ഉണ്ട്. പറ്റുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അത് നിങ്ങളൊന്ന് അത് ഞാൻ പറയാം, എൻ്റെ ഉണ്ട് അതിൻ്റെ ഒരു കോപ്പി. ഇംഗ്ലീഷുകാരോട് പറഞ്ഞാൽ നമുക്കൊരാളുണ്ടല്ലോ. ഈ ടോം റൈറ്റിന്റെ ഒരു സീരീസ് ഉണ്ട്. അതായത് എല്ലാ ബുക്കുകളുടെയും മാർക്ക് ഫോർ എവ്രി വൺ, ലൂക്ക് ഫോർ എവ്രി വൺ, ഇങ്ങനെ എല്ലാ
പുസ്തകങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്. മലയാളം TLCയുടെ പബ്ലിക്കേഷൻസ് ആണ് നല്ലത്. അപ്പം പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ ബുക്ക് ഷോപ്പിലൊക്കെ പോകുമ്പോൾ വെറുതെ മറ്റുള്ള ബുക്കുകൾ മേടിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള നല്ല ഗുണകരമായിട്ടുള്ള ബുക്കുകൾ മേടിക്കാം. ഞാൻ പറയാം, ടോം റൈറ്റ് അദ്ദേഹത്തിൻ്റെ മാർക്ക് ഫോർ എവ്രി വൺ, മാർക്ക് എന്ന് പറഞ്ഞാൽ ബുക്ക് ഓഫ് മാർക്കാണ്, ലൂക്ക് ഫോർ എവ്രി വൺ, തെസലോനിക്കൻ ഫോർ എവ്രി വൺ, ഇങ്ങനെ എല്ലാ ബുക്കിൻ്റെ ഫോർ എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് ഉള്ള ടൈറ്റിലാണ്. അദ്ദേഹം ഒരു ആംഗ്ലിക്കൻ റിട്ടയർഡ് ബിഷപ്പാണ്, എങ്കിലും പുള്ളി ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളറാണ്. അതേസമയം തന്നെ വളരെ ലളിതമായ ഇംഗ്ലീഷിലുള്ള ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. എല്ലാ പാരഗ്രാഫിന്റെ മുമ്പിൽ ഒരു ചെറിയ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതുന്നതായിട്ടുള്ളൊരു എഴുത്താണ്. അതുകൊണ്ട് സാധാരണക്കാർക്കെല്ലാം മനസ്സിലാകുന്ന ഒരു ശൈലിയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ചെലവഴിച്ച സമയങ്ങളൊക്കെ വൃഥാവാകത്തില്ല എന്ന് പറയാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇച്ചിരി സമയം കൂടുതൽ എടുത്തു. ഓക്കെ, നിർത്തുക. ഇന്നുകൊണ്ട് നമ്മുടെ ഈ സെമിസ്റ്ററിലെ ക്ലാസ്സുകളെല്ലാം തീർന്നു. ഇനിയും ലാസ്റ്റ് ക്ലാസ് കൂടെ ഉണ്ട് ഓരോ സബ്ജക്ട്സിനും. അപ്പം ഈ ആഴ്ച നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ചൊന്ന് നോക്കിയിട്ട് അടുത്ത ആഴ്ച എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അധ്യാപകരോട് ചോദിക്കണം. പിന്നെ നമുക്ക് കിട്ടത്തില്ല അവരെ. അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ആഴ്ച പരീക്ഷയാണ്. പരീക്ഷയല്ല, അവധിയാണ്, ഒരു ബ്രേക്കാണ്. ബ്രേക്ക് അതുകൊണ്ട് 28-ാം തീയതി തൊട്ട് പരീക്ഷ തുടങ്ങും. അപ്പം നേരത്തെ നിങ്ങൾ ചെയ്ത പോലെ നന്നായിട്ട് റെഡി ആകുക. നമുക്ക് 10-11 ദിവസത്തെ ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത് സമയം കണ്ടെത്തിയാലേ ഒക്കത്തുള്ളൂ. എപ്പോഴേലും ഒക്കെ രാവിലെയോ വൈകിട്ടോ ഒക്കെ സമയം, 3 വിഷയമുള്ളല്ലോ പരീക്ഷ, അപ്പം കണ്ടെത്തുക. എല്ലാവരും പരീക്ഷ എഴുതണം. നമ്മുടെ സിനഡി എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുന്ന, വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഇത്രയും നാൾ പഠിച്ചിട്ട് ഇനിയും പരീക്ഷ എഴുതുന്നില്ല, പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് പോവില്ല. കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ പോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യം എഴുതാം. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി പ്രയാസമുള്ളതായിരിക്കത്തില്ല. ഇത്രയും നാൾ നമ്മൾ പഠിച്ചതിനെ ബന്ധപ്പെടുത്തിയായിരിക്കും. അതുകൊണ്ട് അറിയാവുന്ന വിധത്തിൽ എഴുതിയാൽ മതി. അതിന് നമ്മൾ റെഡി ആകണം. കാര്യം ഒന്ന് ഓർപ്പിക്കായിരുന്നു. ഇനി നമുക്ക് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സുകളിലേക്ക് ഒരുങ്ങാം. പറയാനുണ്ടോ? ഹെർമനോട്ടിക്സിന്റെ പകുതി മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. എന്റെ ഭാഗത്തെ പകുതി മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിനകത്ത് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ നീ പഠിക്കുക. എഴുതാനുള്ള ഭാഗത്ത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. പ്രസംഗവും പ്രാക്ടിക്കലും മറ്റേതുമാണ് പ്രധാനമായിട്ട്. അപ്പം പകുതി മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞതിന്റെ സാരം. പകുതി എക്സാം കഴിഞ്ഞു. മനസ്സിലായോ? എന്നല്ല, നിങ്ങൾ പ്രസംഗിച്ചില്ലയോ? അത് ഇപ്പൊ എങ്ങനെ അറിയുന്നത്? അവസാനമല്ലേ അറിയത്തുള്ളൂ. നിങ്ങൾ പ്രസംഗിച്ചപ്പോ നിങ്ങൾക്ക് ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ മാർക്കാണ് പകുതി എന്ന് ഞാൻ പറഞ്ഞത്. ഇനി പകുതിയാണ് നിങ്ങൾ പഠിച്ചെഴുതുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ടോട്ടൽ മാർക്ക്. അത് പറഞ്ഞതേ ഉള്ളൂ. 50% കിട്ടിയാൽ പിന്നെ ബാക്കി പഠിച്ചില്ലേലും പാസ്സായാലേ. ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷിൽ തരാം. മലയാളത്തിലായിരിക്കും മെയിൻ ആയിട്ടുള്ളത്. പോരെ? ഒരാൾക്ക് മാത്രമേ ഉള്ളല്ലോ മലയാളത്തിന്റെ പ്രശ്നം. ഇംഗ്ലീഷിൽ തരാം, കുഴപ്പമില്ല. എന്നാ നമുക്ക് നിർത്താം. എന്തെങ്കിലും ഉണ്ടോ? ശരി, എന്നാ താങ്ക് യു, ബൈ.